15,000 PV. നമ്മൾ മാത്രം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. നമ്മളും നമ്മുടെ താഴെയുള്ളവരും കൂടെ, നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിരിക്കുന്നവരും കൂടെ പർച്ചേസ് ചെയ്തപ്പോഴാണ് നമുക്ക് 20,000 PV എത്താൻ കഴിഞ്ഞത്. അപ്പോൾ അവർക്കും കൂടെ അതിൻ്റെതായ ഇൻസെന്റീവ് നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ആ 15,000 PV എത്തി നിൽക്കുന്നത് 4.5%. അത് 675 രൂപ വരും. 1400 നിന്ന് 675 പോയാൽ നമുക്ക് കിട്ടുന്നത് 725 രൂപയും ഫ്രീ പ്രോഡക്റ്റുകളുമാണ്. അതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തേതെന്ന് പറയുന്നത് സ്റ്റാർട്ടപ്പ് ലെവലാണ്. സ്റ്റാർട്ടർ എന്ന് പറയുമ്പോഴത്തേക്കും തൊട്ടടുത്തത് നമ്മൾ ടോട്ടൽ PV 40,000 PVയും സെൽഫ് ഐഡിയിൽ 10,000 ചെയ്ത് കഴിഞ്ഞാൽ നമ്മളും നമ്മുടെ താഴെയുള്ള അസോസിയേറ്റ് ബയേഴ്സ് 30,000 PV ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ 40,000 ആയി. 40,000 PV വന്ന് നിൽക്കുന്നത് 9.5%. അപ്പോൾ അത് ടോട്ടൽ വരുന്നത് 3,800 രൂപ. അപ്പോൾ അതിൽ നിന്ന് 30,000 PV നമ്മുടെ താഴെയുള്ള അസോസിയേറ്റ് ബയേഴ്സ് ചെയ്തിട്ടല്ലേ കിട്ടിയത്. അപ്പൊ അവർക്ക് 7%, അതായത് 2,100 രൂപ അവർക്ക് വീതിച്ചു കൊടുക്കുന്നു. അപ്പൊ 3,800 നിന്ന് 2,100 പോയാൽ 1,700 രൂപയും ഫ്രീ പ്രോഡക്റ്റുമാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. അടുത്തത് ഓപ്പണർ ലെവലാണ്. ഓപ്പണർ ലെവലായി കഴിഞ്ഞാൽ കമ്പനിയുടെ സ്വന്തം ഷെയർ ഹോൾഡർ ആയി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ബോണസ് കിട്ടുന്നതിനുള്ള അവസരമാണ് അവിടെ. ടോട്ടൽ PV വരുന്നത് 70,000 ആണ്. എ സൈഡ് PV 50,000, ബി സൈഡ് 15,000. അപ്പോൾ സെൽഫ് 5,000 കൂടി ആകുമ്പോഴത്തേക്കും 70,000 PV ആകും. 8,400 രൂപയാണ് ടോട്ടൽ ഇൻസെന്റീവ് വരുന്നത്. അതിൽ നിന്ന് എ സൈഡിൽ, അതായത് നമ്മുടെ താഴെയുള്ള അസോസിയേറ്റ് ബയേഴ്സ് പർച്ചേസ് ചെയ്തത് 50,000 നിൽക്കുന്നു. അപ്പോഴവർക്ക് 9.5% അവർക്ക് വീതിച്ചു കൊടുക്കുന്നു. അതായത് 4,750 രൂപ അവർക്ക് വീതിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ബി സൈഡിലേക്ക് 675, അതായത് 15,000 PVക്കുള്ള 675 രൂപയും ബി സൈഡിലുള്ളവർക്കും കൂടെ വീതിച്ചു കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 2,975 രൂപയാണ്. അതോടുകൂടി ഒരു ബോണസ് പോയിന്റിനും കൂടെ നമ്മൾ അർഹത നേടിയിരിക്കുന്നു. സ്റ്റെപ്പ് 3 എത്തുമ്പോഴത്തേക്കും ഒരു ബോണസ് പോയിന്റ് നമുക്ക് ലഭിക്കുന്നതാണ്. അതും ഫ്രീ പ്രോഡക്റ്റും കൂടെ കിട്ടും. അടുത്തത് സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് ഈഗിൾ ആണ്. ഈഗിൾ എന്ന് പറയുമ്പോഴത്തേക്കും ടോട്ടൽ PV വരുന്നത് 1,15,000. എ സൈഡിലുള്ളത് 85,000, ബി സൈഡ് 25,000, സെൽഫ് ഐഡിയിൽ 5,000. ടോട്ടൽ PV 1,15,000-ന് 14% എലിജിബിലിറ്റി ഉണ്ട്. അതായത് 16,675 രൂപ. എ സൈഡ് വരുന്നത് 85,000 ആണ്. അത് 12% സ്ലാബിൽ നിൽക്കുന്നു. അപ്പൊ 10,200 രൂപ അതിൽ നിന്ന് ഡിഡക്ട് ചെയ്യുന്നു എ സൈഡിലുള്ളവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്. ബി സൈഡിലുള്ളവർക്ക് 25,000, അതായത് 7% സ്ലാബിൽ നിൽക്കുന്നു. 1,750 രൂപ. 16,675 നിന്ന് 10,200-ഉം 1,750 രൂപയും പോയി കഴിഞ്ഞാൽ 4,725 രൂപയും 2 ബോണസ് പോയിന്റ്സും ഫ്രീ പ്രോഡക്ട്സും നമുക്ക് എലിജിബിൾ ആണ്. അടുത്തത് റണ്ണർ. റണ്ണർ എന്ന് പറയുമ്പോഴത്തേക്കും 5ാമത്തെ സ്റ്റെപ്പാണ്. അത് ടോട്ടൽ PV വരുന്നത് 1,70,000 PV വേണം. അതിൽ എ സൈഡ് 1,30,000, ബി സൈഡ് 35,000, സെൽഫ് ഐഡിയിൽ 5,000 PV പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ 1,70,000 ആയി. 1,70,000 എന്ന് പറയുന്നത് 17% സ്ലാബിൽ നിൽക്കുന്നു. അതായത് 28,900 രൂപ. എ സൈഡ് വരുന്നത് 1,30,000 എന്ന് പറയുന്നത് 14% സ്ലാബിൽ നിൽക്കുന്നു. അതായത് 18,850 രൂപ. ബി സൈഡ് നിൽക്കുന്നത് 35,000, അതായത് 7% സ്ലാബിൽ നിൽക്കുന്നു. 2,450 രൂപയാണ്. ഈ ഓരോരുത്തർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് മാറിക്കഴിഞ്ഞാൽ നമുക്ക് 7,500 രൂപയും പിന്നെ 3 ബോണസ് പോയിന്റ്സും പിന്നെ ഫ്രീ പ്രോഡക്റ്റും നമുക്ക് ലഭിക്കുന്നതാണ് റണ്ണർ പിൻ ലെവലില്. അടുത്തത് വന്നിട്ട് വിന്നറാണ്. വിന്നർ പറയുമ്പോഴത്തേക്കും ടോട്ടൽ PV വരുന്നത് 2,60,000. എ സൈഡിൽ വരുന്നത് 2,10,000 വരുന്നു. ബി സൈഡ് വരുന്നത് 45,000, സെൽഫ് ഐഡിയിൽ 5,000 വരുമ്പോഴത്തേക്കും ആണ് 2,60,000 ആകുന്നത്. അപ്പൊ ടോട്ടൽ PV 2,60,000 വരുന്നത് 19.5% വരുന്നത്. അതായത് 50,700 രൂപ.
എ സൈഡ് വരുന്നത് 2010 PV വരുന്നത് 17%, അതായത് 35,700 രൂപ. ബി സൈഡ് 45,000 PV വരുന്നത് 9.5%, അതായത് 4,275 രൂപ. അപ്പോൾ 50,700 നിന്ന് 35,700 4,275 പോയി കഴിഞ്ഞാൽ നമുക്ക് 10,725 കിട്ടുന്നു. അതോടൊപ്പം 4 ബോണസ് പോയിന്റും കിട്ടുന്നു, പ്ലസ് ഫ്രീ പ്രോഡക്റ്റ്. നമ്മൾ വിന്നർ ലെവൽ അച്ചീവ് ചെയ്തിരിക്കുന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് 7 എന്ന് പറയുന്നത് സ്റ്റാർ ആണ്. സ്റ്റാർ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും പറയണ്ടല്ലോ, ഒരു സ്റ്റാർ തന്നെയാണത്. ആ പദവി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തിരി ആത്മാർത്ഥമായിട്ട് പണിയെടുക്കേണ്ടി വരും. അതായത് ടോട്ടൽ PV വരുന്നത് 3,50,000 എ സൈഡിൽ വേണ്ടത് 2,80,000, ബി സൈഡിൽ വേണ്ടത് 65,000. അങ്ങനെ ടോട്ടൽ PV 3,50,000 വരുന്നു. 3,50,000 അതിന് മേലോട്ടുള്ളതും വരുന്നത് 22% ആ 22% ആ പെർസെൻറ്റേജ് വൈസ്, അതായത് 2.5% വെച്ച് ആഡ് ചെയ്ത് വരുന്നത് 22% ഫ്രീസ് ചെയ്യുന്നു. പിന്നെ 3.5 ലക്ഷത്തിൽ നിന്ന് അധികം എത്ര നേടിയാലും 22% നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ 3.5%ന്റെ 22% എന്ന് പറയുന്നത് 77,000-ഉം എ സൈഡിൽ വരുന്നത് 2,80,000-ന്റേത് 19%, അതായത് 54,600 രൂപ. പിന്നെ ബി സൈഡ് വരുന്നത് 9.5%, അതായത് 65,000 PV-യുടെ 9.5% എന്ന് പറയുന്നത് 6,175. 77,000-ൽ നിന്ന് 54,600-ഉം 6,175 പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 16,225 ഇൻസെന്റീവ്. അത് പ്ലസ് 5 ബോണസ് പോയിന്റ്സ് പ്ലസ് ഫ്രീ പ്രോഡക്റ്റുകളാണ് സ്റ്റാർ പിൻ ലെവലിൽ നമുക്ക് ലഭിക്കുന്നത്. ഇനിയാണ് വരുന്നത് ഗോൾഡ്. ഗോൾഡ് വന്നു കഴിഞ്ഞാൽ എന്തായി? നമ്മൾക്ക് റോയൽറ്റി പദവിയിൽ റോയൽറ്റി സാധാരണ ആർക്കാണ് കിട്ടുന്നത്? നമ്മുടെ കഥ എഴുത്തുകാർക്ക്, കവിത രചിക്കുന്നവർക്ക്, പിന്നെ അതുപോലെ ലെജൻഡറികൾക്ക്, അതായത് അതുപോലെ മാർക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് കിട്ടുന്നതാണ് റോയൽറ്റി. നമുക്ക് ഗോൾഡ് പിൻ ലെവൽ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 8ാമത്തെ സ്റ്റെപ്പിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് റോയൽറ്റി ബോണസ് കിട്ടുന്നുണ്ട്. ഇനി അതിന് വേണ്ട ടോട്ടൽ PV എത്രയാന്ന് പറഞ്ഞാൽ 4,65,000 ആണ്. ടോട്ടൽ PV വരുന്നത് 4,65,000 PV ആണ് ടോട്ടൽ വരുന്നത്. എ സൈഡ് വരുന്നത് 3.5 ലക്ഷം, ബി സൈഡ് വരുന്നത് 1,10,000, സെൽഫ് 5,000. അങ്ങനെ 4,65,000 വരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു 3.5 മുതൽ എത്ര വന്നു കഴിഞ്ഞാലും 22% നമ്മൾ ഫ്രീസ് ചെയ്തിരിക്കുന്നു എന്നുള്ളത്. 4,65,000-ന്റെ 22% എന്ന് പറയുന്നത് 1,2,300 രൂപയാണ്. എ സൈഡ് 3,50,000-ന് 22% എന്ന് പറയുന്നത് 77,000. ബി സൈഡിൻ്റെത് 1,10,000 PV-യുടേത് 12%, അതായത് 13,200. 1,02,300-ൽ നിന്ന് 77,000-ഉം 13,200-ഉം പോയി കഴിഞ്ഞാൽ 12,100 പ്ലസ് ബോണസ് പോയിന്റ് 10 പ്ലസ് ഫ്രീ പ്രോഡക്റ്റ്. പിന്നെയോ കിട്ടുന്നത് റോയൽറ്റി. നമുക്ക് എ സൈഡിൽ 3,50,000 PV ഉണ്ടായിരുന്നു, അതിന്റെ 3% കൂടെ നമുക്ക് റോയൽറ്റി ഇൻകം ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് താഴെ കിട്ടിയ 12,100 രൂപയുടെ കൂടെ 10,500 രൂപയും പിന്നെ അത്രയും ബോണസ് പോയിന്റും കൂടെ കൂടി, ബോണസ് പോയിന്റ് കൂടുന്നില്ല, 20,600 പ്ലസ് 10 ബോണസ് പോയിന്റ് പ്ലസ് ഫ്രീ പ്രോഡക്റ്റ്, അത്രയ്ക്കാണ് നമ്മൾ എലിജിബിൾ ആവുന്നത് റോയൽറ്റി, അതായത് ഗോൾഡ് ആയി കഴിഞ്ഞാൽ. അതെ, അടുത്തത് സ്റ്റാർ ഗോൾഡ്. സ്റ്റാർ ഗോൾഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ PV വേണ്ടത് 5,20,000 ആണ്. അതിൽ എ സൈഡ് 3,50,000, ബി സൈഡ് 1,65,000. അതായത് നമുക്കറിയാം 5,22,000-ന്റെ 22% എന്ന് പറയുന്നത് 1,14,400 3.5 ലക്ഷത്തിന്റെ 22% എന്ന് പറയുന്നത് 77,000. 1,65,000-ന്റേത് 14.5%. അത് അത്രയും കുറച്ച് കഴിയുമ്പോഴത്തേക്ക്, അതായത് 1,14,400-ൽ നിന്ന്
77,000-ഉം 23,925 കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് 13,475 പ്ലസ് 11 ബോണസ് പോയിന്റ് പ്ലസ് 3,50,000-ന്റെ 4.5%, അതായത് 1.5% നമുക്ക് മുമ്പേ കിട്ടിയ സ്റ്റാറിൽ നിന്ന് കൂടുതൽ കിട്ടുന്നു, റോയൽറ്റി ഇൻകം കിട്ടുന്നുണ്ട്. അത് 15,750. 15,750-ഉം 13,475-ഉം കൂടി വരുമ്പോൾ 29,225 രൂപയും 11 ബോണസ് പോയിന്റും പിന്നീട് ഫ്രീ പ്രോഡക്റ്റുമാണ് നമുക്ക് എലിജിബിൾ ആയിട്ടുള്ളത് സ്റ്റാർ ഗോൾഡില്, അതായത് സ്റ്റെപ്പ് 9-ല്. ഇനി അടുത്തത് സ്റ്റെപ്പ് 10 പ്ലാറ്റിനം. പ്ലാറ്റിനം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ടോട്ടൽ PV വരുന്നത് 6,11,000. എ സൈഡ് വരുന്നത് 3,50,000. ബി സൈഡ് വരുന്നത് 2,55,000. 6,10,000-ന്റെ 22% എന്ന് പറയുന്നത് 1,34,200 ആണ്. 3,50,000-ന്റെ 22% എന്ന് പറയുന്നത് 77,000 ആണ്. 2,55,000-ന്റെ 17% എന്ന് പറയുന്നത് 43,350. 1,34,200-ൽ നിന്ന് 77,000-ഉം 43,350-ഉം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് 13,850 കിട്ടുന്നു. അതുകൂടാതെ 12 ബോണസ് പോയിന്റും കിട്ടുന്നു, ഫ്രീ പ്രോഡക്റ്റും കിട്ടുന്നു. പിന്നെയോ നമുക്ക് റോയൽറ്റി ഇൻകം എ സൈഡിന്റെ 6%, അതായത് 3,50,000-ന്റെ 6%, അതായത് 21,000-ഉം കിട്ടുന്നു. അതായത് 13,850 പ്ലസ് 21,000 34,850 പ്ലസ് 12 ബോണസ് പോയിന്റ് പ്ലസ് ഫ്രീ പ്രോഡക്റ്റുകളാണ് നമുക്ക് പ്ലാറ്റിനത്തിൽ എലിജിബിൾ ആയിട്ടുള്ളത്. അടുത്ത വരുന്നത് സ്റ്റെപ്പ് 11 സ്റ്റാർ പ്ലാറ്റിനം. ആ സ്റ്റാർ പ്ലാറ്റിനം മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുന്നതിന് ടോട്ടൽ PV വരുന്നത് 7 ലക്ഷം PV ആണ് വേണ്ടത്. അതായത് എ സൈഡും ബി സൈഡും പ്ലസ് സെൽഫും കൂടി 3.5 വീതം. അതായത് എ സൈഡ് 3,50,000, ബി സൈഡ് 3,45,000, സെൽഫ് 5,000. അങ്ങനെ 7 ലക്ഷം PV ആണ് സ്റ്റാർ പ്ലാറ്റിനത്തിന് വേണ്ടത്. അതായത് 7 ലക്ഷത്തിന്റെ 22% എന്ന് പറയുന്നത് 1,54,000 രൂപ. 3,50,000-ന്റെ 22% 77,000 രൂപ. 3,45,000 PV-യുടേത് 19.5% വന്നിട്ട് 67,275 രൂപ. അത് അത്രയും, അതായത് 1,54,400-ൽ നിന്ന് 77,000-ഉം 67,275-ഉം കുറച്ചു കഴിഞ്ഞാൽ 9,725 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. അതിന്റെ കൂടെ റോയൽറ്റി കിട്ടുന്നത് എ സൈഡിന്റെ 8%, 3,50,000-ന്റെ 8%, അതായത് 28,000 രൂപ. അപ്പോൾ 9,725-ഉം 28,000-ഉം കൂടെ ചേരുമ്പോൾ 37,725 പ്ലസ് എത്രയാണ് ബോണസ് പോയിന്റ് കിട്ടുന്നത്? 13 ബോണസ് പോയിന്റ്. 13 ബോണസ് പോയിന്റും പിന്നെ ഫ്രീ പ്രോഡക്റ്റുകളും കൂടെ നമുക്ക് കിട്ടുന്നു. പിന്നെ ഇതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ 3.5 ആയിട്ട് 3 മാസം നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് നമുക്ക് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി? ആരൊക്കെ എന്തൊക്കെ ചെയ്താലും RCM കമ്പനിയെ വെല്ലാനായിട്ട്, RCM കമ്പനിയെ മറികടക്കാൻ ഇനി ഒരു കമ്പനിയും വരില്ല. എത്രത്തോളം ഭാഗ്യം നമുക്ക് ആയിട്ടുണ്ടോ അപ്പോഴും മാത്രമേ നമുക്ക് RCM-ലേക്ക് വരാൻ കഴിയുള്ളൂ. RCM-ൽ വരാൻ കഴിഞ്ഞത് ഏറ്റവും ഭാഗ്യമാണ്, അതൊരു നന്മയാണ് എന്ന് വിശ്വസിക്കുക. ആ വിശ്വാസം അതാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. നമ്മളിൽ നമുക്ക് തന്നെ വിശ്വാസം എപ്പോൾ വരുന്നു അപ്പോഴേ നമ്മൾ RCM-ൽ വിജയിച്ചു തുടങ്ങും. അപ്പൊ അതുകൊണ്ട് ആ വിശ്വാസം നേടിയെടുക്കാൻ എല്ലാവരും ശ്രമിക്കുക, എല്ലാവരിലേക്കും ആ വിശ്വാസം എത്തിക്കുക. ബി സൈഡ് തുടങ്ങുന്നതിന് ഒരു മാനദണ്ഡമുണ്ട്. എന്തുകൊണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേക്കുറിച്ച് നല്ല വ്യക്തമായ ഒരു ധാരണ വേണം. അതായത് ഒന്ന്, ഡയമണ്ട് ക്ലബ് ചെയ്യുക. ഡയമണ്ട് ക്ലബ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മാസവും 10-ാം തീയതിക്കകം 5,000 PV സെൽഫ് ഐഡിയിൽ പർച്ചേസ് ചെയ്യുക.
അതാണ് നമ്പർ 1. അടുത്തതെന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേ വാൾ ഓപ്പൺ ചെയ്യുക. നമ്മുടെ വീട്ടിൽ നമ്മൾ ഡിസ്പ്ലേ വാൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് പ്രോഡക്റ്റുകളെ പരിചയപ്പെടുത്താനും അവർക്ക് അസോസിയേറ്റ് ബയർ ID എടുത്തു കൊടുക്കുന്നതിനും നമുക്ക് ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. ഡിസ്പ്ലേ വാൾ തുടങ്ങി കഴിഞ്ഞാൽ അത് നമുക്ക് പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്താൻ, നമ്മൾ ഒരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റുകൾ പരിചയപ്പെടുത്താനും അവർക്ക് കൊടുക്കാനും ഉള്ള ഒരു സാധ്യതയാണ് ഡിസ്പ്ലേ വാൾ തുടങ്ങുന്നതിൽ നിന്നുള്ളത്. പിന്നെ ഹോം മീറ്റിങ്ങുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ആ വീട്ടിലെ എല്ലാവരെയും ഇരുത്തി വേണം കാര്യങ്ങൾ വിശദമാക്കി കൊടുക്കുന്നതിന്. ആ ഒരു വീട്ടിലെ എല്ലാ അംഗങ്ങളും ഒരേപോലെ 100% സഹകരിച്ചാലും നമുക്ക് എത്രയും പെട്ടെന്ന് മുന്നോട്ട് പോകുന്നതിനായിട്ട് കഴിയും. എ സൈഡില് കുറഞ്ഞത് 10 പേര് ജോയിൻ ചെയ്യിപ്പിക്കണം. പുതിയ ആൾക്കാർ ജോയിൻ ചെയ്യണം. പിന്നെ നമുക്ക് ആ പ്രസന്റേഷൻ ഒക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അറിവ് വേണം. പ്രോഡക്റ്റുകളെ കുറിച്ചുള്ള നല്ല അറിവ് വേണം. നമുക്ക് എല്ലാം വിശദമാക്കി കൊടുക്കാനും, ഒരു നിസാരം ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് ആണെന്നുണ്ടെങ്കിലും വിശദമായിട്ട് അതിലെന്തെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു അതെല്ലാം വിശദമായി കൊടുക്കുന്നതിന് നമുക്ക് അറിവ് വേണം. പിന്നെ എന്തുകൊണ്ടാണ് ബിസിനസ് വളർച്ചയില്ല എന്ന് പറയുന്നത്? കമ്പനിയുടെ ഏറ്റവും ചെറിയ ടാർഗറ്റായ ഡയമണ്ട് ക്ലബ്ബ് ചെയ്യുന്നില്ല. എല്ലാ മാസവും 10-ാം തീയതിക്കകം 5000 PVക്ക് പർച്ചേസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് വളർച്ച ഉണ്ടാവില്ല. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങണം. അതായത് ഇനിയും നമ്മുടെ വീട്ടും ചുറ്റുവട്ടത്തും മാത്രമായി ബിസിനസ് ചെയ്യരുത്. പുറത്തേക്ക് ഇറങ്ങി ബിസിനസ് വ്യാപിപ്പിക്കുക. വ്യാപിപ്പിക്കാതിരിക്കുന്നിടത്തോളം വളർച്ച ഉണ്ടാവില്ല. പിന്നെ RCMനെ സീരിയസ് ആയി ഏറ്റെടുത്തില്ലെങ്കിലും അത് വളരില്ല. അപ്പോൾ നമ്മുടെ ഈ ചിന്താഗതികളെല്ലാം മാറ്റി എല്ലാ മാസവും 10-ാം തീയതിക്കകം 5000 PV പർച്ചേസ് ചെയ്യുക. പിന്നെ നമ്മുടെ ചുറ്റുവട്ടത്ത് മാത്രം സെയിൽ ചെയ്തുകൊണ്ടോ പ്രോഡക്റ്റുകളെ കുറിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ടോ ഇരിക്കാതെ മുന്നോട്ട് പോവുക. പിന്നെ RCMനെ നെഞ്ചിലേറ്റുക. വളരാൻ വേറെ ഒന്നും വേണ്ട. ഇത് ഇന്ന് തന്നെ ഈ രീതി മുന്നോട്ട് കൊണ്ടുപോവുക. വളർന്ന് ഉന്നതിയിലെത്തുക. നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയാണ്. എല്ലാവരും ആവേശത്തോടെ ആത്മാർത്ഥതയോടെ മുന്നോട്ട് പോവുക. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും വളരെ വിജയങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാവരും ഉന്നതിയിലെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. എന്താ കളിയോ, സൂപ്പർ. ഒരു ടീച്ചറാണോ മാഡം? മാഡം ടീച്ചറാണോ? ഒരു കാലത്ത്. അതായിരുന്നു. സൂപ്പർ ആയിരുന്നു കേട്ടോ. നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു മാഡത്തിന്റെ.